സർക്കാർ നമ്മളോട് നിന്നും SIT വളരെ നമ്മളോട് 10 മണിക്കൂറോളം എന്റെ കൂടെ ഇരുന്ന് മൊഴിയെടുക്കുകയും തെളിവുകൾ കാണുകയും വിറ്റ്നസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഫോൺ ചെയ്ത് സംസാരിക്കുകയും എല്ലാം വളരെ കൃത്യമായിട്ട് അവർ മൊഴിയെടുത്തുകൊണ്ട് അവർക്കെതിരെ ഇത് സത്യസന്ധമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണല്ലോ അവർ ഇന്നലെ FIR ഇട്ടത്. അപ്പം ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും. ഇതിൽ രാഷ്ട്രീയത്തിനൊന്നും യാതൊരു ഇൻഫ്ലുവൻസും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിയമത്തിന്റെ ലുപ്പ് ഹോൾസ് എല്ലാം അടച്ചുകൊണ്ട് തന്നെയാണ് അവർ FIR ഇട്ടത്. ഇപ്പൊ വളരെ വേഗത്തിൽ ഇതിലൊരു രീതിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു തോന്നൽ ഈ ഘട്ടത്തിലുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് വളരെ ഈ അവസരത്തിൽ ഞാൻ സർക്കാരിനോട് എടുത്തെടുത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി അറിയിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സത്യം തുറന്നു പറയാനൊരു അവസരം ഒരുക്കി തന്ന പിണറായി സാറിനോടും അതുപോലെ തന്നെ ഞങ്ങളുടെ സങ്കടങ്ങൾ വന്ന് ക്ഷമയോടെ കേൾക്കാൻ തയ്യാറായ SIT അതായത് DIG മാഡത്തിനും SP മാഡത്തിനും പൂങ്കുഴലി മാഡത്തിനും അവർ കൂടെ വന്ന എല്ലാവർക്കും സിമി മാഡത്തിനും ഇന്ദു മാഡത്തിനും എല്ലാവരോടും ആനി മാഡത്തിനും എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി അറിയിച്ചു കൊള്ളാണ് ഈ ഒരു അവസരത്തിൽ. കാരണം ഇത് വലിയൊരു നല്ലൊരു സമൂഹമാണ് ഇനി നാളേക്ക് ഉണ്ടാകാൻ പോകുന്നതിന് ഒരു വലിയൊരു ഉദാഹരണമാണ് ഇന്നലെ ഇവിടെ വന്ന് ഈ മൊഴിയെടുത്തതും അവർക്കെതിരെ FIR ഇട്ടതും. കാരണം അവര് നിയമം വളരെ സത്യസന്ധമായിട്ട് അവരെടുത്തു. അവിടെ ഈ കുറ്റം ചെയ്തവർ വമ്പനാണോ മുതലാളിയാണോ സെലിബ്രിറ്റിയാണോ എന്നൊന്നും അവർ നോക്കാതെ നിയമത്തിന്റെ സത്യസന്ധത അവർ നോക്കി കേസിട്ടതാണ്. അതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടെ പൊളിറ്റിക്സിന്റെ രാഷ്ട്രീയത്തിന്റെ ഒരു ഇൻഫ്ലുവൻസും ഇവിടെ ഉണ്ടാകാതെ തന്നെ അവര് വളരെ കൃത്യമായിട്ട് ഈ കേസെടുത്തതിൽ എനിക്ക് നീതി കിട്ടി. ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല. കാരണം 13 വർഷമാണ് ഞാൻ എന്റെ ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഷെയർ ചെയ്താൽ ആരും അത് അംഗീകരിക്കത്തില്ല, വിശ്വസിക്കത്തില്ല. ഇനി അതല്ല നമ്മളിനി എല്ലാവരോടും പറഞ്ഞാൽ ഇനി ഏത് രീതിയിൽ അത് തിരിച്ചടി ഉണ്ടാവും, നമ്മളെ ഉപദ്രവിക്കാൻ. പക്ഷെ ഇങ്ങനത്തെ ഇത്രയും വലിയ ക്രൂരന്മാരായ ഈ മനുഷ്യര് നമ്മളെ ചിലപ്പോൾ ഭൂമിയിൽ തന്നെ ഇല്ലാണ്ടാക്കും ഒരവസ്ഥയായിരുന്നു. ആ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴത്തെ നമ്മുടെ കേരള സർക്കാരിന്റെ ഇതിൽ എനിക്ക് മനസ്സിലായി നമ്മൾ സ്ത്രീകൾ സേഫാണ്. സ്ത്രീകൾക്ക് എല്ലാ രീതിയിലും ഇന്ന് സർക്കാർ സ്ത്രീകളുടെ ഒപ്പമുണ്ട് എന്നുള്ളതാണ് ഇന്നലത്തെ FIR ഇട്ടതോടുകൂടി ആത്മവിശ്വാസം ഉണ്ടായത്. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം അതായിരിക്കും, ഇത്രയും വർഷം എന്തുകൊണ്ട് പറഞ്ഞില്ല, ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞാൽ ഞാൻ 2008 തൊട്ട് 2012 വരെയാണ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായതെങ്കിൽ ഞാൻ അന്നും പ്രതികരിച്ചായിരുന്നു. അന്ന് കേരള കൗമുദി ഒരു ആർട്ടിക്കിളും ഇട്ടിരുന്നു, അഡ്ജസ്റ്റ്മെന്റിനോട് പൊരുത്തപ്പെടാതെ മിനു കുര്യൻ മലയാളം ഫിലിം വിടുന്നു എന്നുള്ള ഒരു ആർട്ടിക്കിളൊക്കെ വന്നിട്ട് പോലും അന്ന് ആരും ഒരു ചെറുപേരിൽ പോലും അനക്കാനുള്ള ഒരു ആർജവും ആർക്കും ഉണ്ടായില്ല. എന്നെ ആരും വിളിച്ച് എന്താണ് മിനുവിനുണ്ടായ അബ്യൂസ് എന്ന് ചോദിക്കാൻ പോലും ആരും റെഡിയായിരുന്നില്ല. പക്ഷെ അന്നത്തെ ഒരു മീഡിയ അല്ല ഇന്നത്തെ മീഡിയ, അന്നത്തെ സർക്കാരുമല്ല ഇന്നത്തെ സർക്കാർ. അപ്പൊ അതുകൊണ്ട് അന്നെന്ന് വെച്ചാൽ ഭയങ്കര പൊളിറ്റിക്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത്. അന്ന് സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നിട്ട് പോലും അവർക്ക് നീതി നടപ്പാക്കാൻ പറ്റാത്ത രീതിയിലുള്ള രാഷ്ട്രീയത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് കാരണം അവർ നിസ്സഹായരായിട്ട് ഹെൽപ്ലെസ് ആയിട്ട് അവർ ഇരകളോട് അവർക്ക് സഹതാപം തോന്നിയിരിക്കേണ്ട ഒരു അവസ്ഥ വരെ മേലുദ്യോഗസ്ഥന്മാർക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇന്ന് എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും, മേലുദ്യോഗസ്ഥർക്കും നിയമത്തിന്റെ ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും വളരെ സ്വതന്ത്രമായിട്ട് തന്നെ അവർ പഠിച്ച അവരുടെ നിയമം അതിന്റെ രീതിയിൽ അവരൊന്ന് വളരെ സ്വതന്ത്രമായിട്ട് തന്നെ ഏത് IPC നമ്പർ വേണം എന്നുള്ള ഇടാനുള്ള ധൈര്യം എല്ലാവർക്കും കിട്ടി. അതുപോലെ തന്നെ സർക്കാരും അവർക്ക് എല്ലാ പിന്തുണയും എല്ലാ സപ്പോർട്ടും ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് SIT, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനെ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടീമിനെ ഉണ്ടാക്കിയതെങ്കിലും അത് ഞങ്ങൾക്കെന്നല്ല, ഫിലിം ഫീൽഡ് എന്നല്ല, ഏത് ഫീൽഡിലായിക്കോട്ടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും നീതി ലഭിക്കുന്ന രീതിയിലാണ് ഇന്ന് സർക്കാർ നമ്മളോട് ഒപ്പം നിൽക്കുന്നത്. അതുകൊണ്ടൊരു നല്ലൊരു സമൂഹം, ഒരു ശുദ്ധികലാശമാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഉളവാക്കിയത്. അതിന്റെ എക്സാമ്പിൾ തന്നെയാണ്. ഞാൻ 2 ദിവസം മുമ്പ് ഒരു രാത്രിയിലാണ് ഞാനിത് പോസ്റ്റ് ഇട്ടത്. ഞാൻ സ്വയം എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടെങ്കിലും ഏതാനും മണിക്കൂറുകൾക്കുള്ളിലാണ് മീഡിയ വീട്ടിൽ വന്ന്, കാരണം അത്ര ആർജവത്തോടെ മീഡിയ അത്ര സത്യസന്ധമായ നീതിക്ക് വേണ്ടി അവര് ആരായാലും, കാരണം മീഡിയയ്ക്ക് ഇങ്ങനെ വമ്പന്മാരൊന്നുമില്ല, അവർ എപ്പോഴും നീതിയുടെ സൈഡാണ് എനിക്ക് തോന്നിയിരുന്നത്. പിന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ചാനൽസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ യൂട്യൂബിൽ റീച്ച് കിട്ടാൻ വേണ്ടി കുറെ പേര് സത്യമല്ലാത്ത കാര്യങ്ങളൊക്കെ ചുമ്മാ യൂട്യൂബിൽ അങ്ങനെ കാശ് കിട്ടി
കാശ് കിട്ടാൻ വേണ്ടി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി കുറെ പേര് ഇങ്ങനെ യൂട്യൂബ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കെതിരെയും ആക്ഷൻ എടുക്കാമെന്ന് ഇന്നലെ DIG മാഡം എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. കാരണം നമ്മൾ സത്യസന്ധമായിട്ടാണ് നമ്മൾ കാര്യം പുറത്തു പറഞ്ഞേക്കുന്നത്, ജനങ്ങളെ അറിയിച്ചതും സർക്കാരിനെ അറിയിച്ചതൊക്കെ. അപ്പൊ അതിന് കൂടെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ വിചാരിക്കണം, ഇതൊക്കെ നാളെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മമാർക്കോ നിങ്ങളുടെ പെങ്ങന്മാർക്കോ നിങ്ങളുടെ പെൺകുട്ടികൾക്കോ സംഭവിക്കാം. അത് ഒരുപക്ഷെ നിങ്ങൾ കല്യാണം കഴിക്കാത്തവരാകാം. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഓരോ സ്ത്രീകളെയൊക്കെ ഇങ്ങനെ സത്യം അറിയാതെ കിടന്ന് അവരെ ഇങ്ങനെ ടാർണിഷ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾക്കും ഉണ്ടൊരു ജീവിതം മുന്നോട്ട് കിടപ്പുണ്ട്. നിങ്ങൾ നല്ലതായിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷെ ഇല്ലാത്ത കാര്യം ഒരു സ്ത്രീ ഒരു സത്യം തുറന്നു പറഞ്ഞു തന്നെ അവളെ ദ്രോഹിക്കാൻ നിൽക്കുന്നത് വളരെ മോശമാണ്. നിങ്ങൾക്കെതിരെ ഇത് സർക്കാരും വാച്ച് ചെയ്യുന്നുണ്ട്, സൈബറിലും ഇന്നലെ DIG മാഡം അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെതിരെ അവർ നടപടി എടുക്കുന്നതായിരിക്കുന്നു. സോ ബി കെയർഫുൾ. ഒരു കാര്യങ്ങളെ മനസ്സിലാക്കിക്കോളൂ, ഒരു സ്ത്രീനെയും അവളുടെ കൺസെന്റ് ഇല്ലാണ്ട് അവളെ സ്പർശിക്കുന്നത് വരെ കുറ്റകൃത്യമാണെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞുകൊള്ളുക. ഇന്നും ഏതൊരു സ്ത്രീക്കും അവർക്ക് തുറന്നു പറയാം. സിനിമ ഫീൽഡിൽ നിന്ന് മാത്രമല്ല, ആശുപത്രി ഫീൽഡോ സ്കൂളിലോ ഏതൊരു ഫീൽഡിലുള്ള സ്ത്രീകൾക്കായാലും പുരുഷന്മാരെ പോലും ആൺകുട്ടികൾ പോലും ദുർവിനിയോഗപ്പെടുത്തി ഇന്നലെ ഞാൻ ഓൺലൈനിൽ കണ്ടു. അങ്ങനെയുള്ളവർക്കെല്ലാം ഇന്ന് സർക്കാർ കൂടെയുണ്ട്. എപ്പോഴും ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ആര് കുറ്റം ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതിന് ഇന്ന് നമ്മുടെ സർക്കാർ മുൻപോട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ഒത്തിരി പേർക്ക് ഭയമുണ്ടായിരിക്കും, അയ്യോ ഞങ്ങൾ ഇത് ഇപ്പൊ തന്നെ സത്യം പറയാൻ ഒരുപാട് സ്ത്രീകൾ പേടിക്കുക. എന്താണെന്നറിയോ, മീഡിയയിലൊന്നുമല്ല, മീഡിയയിൽ നീതി കിട്ടുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പൊ ഈ സൈബർ ബുള്ളിംഗ് ഇല്ലേ, അത് പഠിച്ചിട്ട് അവരൊക്കെ സത്യമല്ലാത്ത കാര്യങ്ങളാണ് അവർ പ്രചരിക്കുന്നത്. അപ്പൊ അത് ഓർത്തിട്ട് ചില പെൺകുട്ടികൾ വിചാരിക്കും, ഓ ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞ ഇങ്ങനെയൊക്കെയല്ലേ ബുള്ളിങ് വരെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെയാണ് ആദ്യമേ പിടിക്കേണ്ടത്. ഈ സൈബർ ബുള്ളിംഗ് ചെയ്യുന്നവരെ, യൂട്യൂബ് റീച്ച് കിട്ടാൻ വേണ്ടി തെറ്റായ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നവരെയാണ് ആദ്യം പൊക്കിയിട്ട് അവരുടെ വായ അടക്കണം. നിങ്ങൾ എന്തെങ്കിലും ചെയ്തു, നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തോളൂ. പക്ഷെ സത്യമല്ലാത്ത കാര്യമാണെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണം എന്നാണ് സർക്കാരിനോട് ഞാൻ അവരെടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ DIG മാഡം അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോ ഏറ്റവും വളരെ സന്തോഷമാണ്. എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല, എനിക്ക് നീതി കിട്ടി, അവർക്കെതിരെ FIR ഇട്ടല്ലോ, മതിയായി, സന്തോഷമായി. ഇന്നലെ പകൽ മുതൽ രാത്രി വരെ വളരെ വിശദമായിട്ടുള്ള ഒരു മൊഴിയെടുപ്പാണ് ഉണ്ടായത്. അപ്പോൾ ഈ സമയത്തിനിടയ്ക്ക് ഇത് മതിയായ തെളിവുകളും ഒക്കെ കൈമാറാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവരെ പോലീസിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അവർ FIR ഇടണമെങ്കിൽ അവർ നല്ല എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ്. അവർ നിയമത്തിന്റെ എല്ലാം A to Z അറിയുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്ക് തെറ്റായ കാര്യങ്ങളെന്നും പറഞ്ഞ് അവർ നമ്മളെ അതുപോലെ തിരിച്ചും മറിച്ചൊക്കെ നമ്മളോട് ചോദിക്കും, അല്ലേ? അത് അവർക്ക് സത്യസന്ധമായിട്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവർ FIR എടുത്തുള്ളൂ, അല്ലേ? ഇപ്പൊ ഞാൻ സാധാരണ സ്ത്രീയാണ്. എന്നെ അവർ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് എന്ത് കിട്ടാനാ? സോ അവര് വളരെ ജെന്യൂൻ ഓഫീസേഴ്സാണ്, സത്യസന്ധമായിട്ടാണ്. ആരൊക്കെ അവര് ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ അവരുടെ കൂടെ ഉണ്ട് നിയമം. ഇതില് പ്രമുഖരായിട്ടുള്ള നടന്മാരുടെ അടക്കം കാര്യങ്ങൾ പറഞ്ഞു, അവരുടെ ഭാഗത്തുനിന്നുണ്ടായ മോശം അനുഭവങ്ങൾ സിനിമാ മേഖല. അതിന് പുറമെ കോൺഗ്രസ് നേതാവായിട്ടുള്ള ഒരു VS ചന്ദ്രശേഖരൻ, അദ്ദേഹം എങ്ങനെ ഇതിലേക്ക് വരുന്നത്? അദ്ദേഹത്തിനെതിരായ ആരോപണം ഉണ്ടായിരുന്നു. അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാല്, ആദ്യമായിട്ട് എന്നോട്, ഞങ്ങള് ഒരു ഫ്ളാറ്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്, ആർമി വെൽഫെയർ ഫ്ളാറ്റിൽ മേനകയില്, ഒരേ അയൽവക്കക്കാരായിരുന്നു. അപ്പൊ ഇദ്ദേഹം എന്നെ കാണുമ്പോഴൊക്കെ ലിഫ്റ്റിലൊക്കെ ഞങ്ങളെ കാണുമ്പോൾ എന്നോട് ചോദിക്കും, സിനിമയിൽ എനിക്കെന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ സീരിയസ്ലി എന്ന് ചോദിച്ചു. എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനും വന്ന് ഞാൻ പറയാട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു ഫിലിമിലെ ഒരു കോ-പ്രൊഡ്യൂസറിന്റെ ആവശ്യം വന്നത്. അപ്പോൾ ഞാൻ അത് വെറുതെ ഞങ്ങളുടെ പുതിയൊരു സിനിമയിൽ കോ-പ്രൊഡ്യൂസറിന് ആവശ്യമുണ്ട്, താങ്കൾക്ക് ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ പരിചയപ്പെടുത്തു, അപ്പോൾ താങ്കൾക്കും അതിൽ റോളും കൂടെ കിട്ടും, ഞാൻ ഡയറക്ടറിനെ പരിചയപ്പെടുത്താം. അങ്ങനെ ഡയറക്ടറെ ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതായത് ഈ പോലീസ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ആ ഓഫീസിൽ കൊണ്ടാണ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറെ കൊണ്ട് പരിചയപ്പെടുത്തി കൊടുത്തത്. അപ്പൊ ഇവരൊരു സിനിമയ്ക്കായി ഞാൻ ആ സിനിമ തുടങ്ങി. അപ്പൊ ഈ ലൊക്കേഷൻ കാണാനൊക്കെ പോകണം, എന്റെ വണ്ടിയിലാണ് പോവുകയൊക്കെ ചെയ്തത്. ഈ ഡയറക്ടറും അവരൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം പോയി, 2-3 പ്രാവശ്യം ഞാൻ നല്ല എഫേർട്ട് എടുത്ത് ഈ ലൊക്കേഷൻ കാണാനൊക്കെ. ഞാനും അതിനകത്തൊരു കോ-പ്രൊഡ്യൂസർ ആയിരുന്നു ആദ്യമേ. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തെ ആക്കുമ്പോൾ ഞാൻ പിന്മാറി, ഞാനൊരാളെ കൊടുത്തല്ലോ, അപ്പൊ ഞാൻ അതിൽ നിന്ന് മാറി. പിന്നെ ഞാൻ അതിനകത്ത് ആർട്ടിസ്റ്റായി. 3 ദിവസം ഞാൻ അതിൽ പോയി അഭിനയിച്ചു. അതിനകത്ത് കലാഭവൻ മണിയുടെ ഭാര്യയായിട്ടായിരുന്നു എന്റെ ഇത്. ഞാൻ അഭിനയിച്ചിട്ടും ആ സമയത്ത് ഈ പുള്ളിക്കാരൻ എന്നെ ഇങ്ങനെ ബോൾഗാട്ടി എന്ന ഒരു സ്ഥലത്ത് ഒരു റിസോർട്ടിൽ, അവിടെ മിനു നമുക്കൊരു പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട്, പുള്ളിക്കാരനെ പരിചയപ്പെടുത്താം. പിന്നെ നമുക്ക് അവിടെ
എന്താ ഓച്ചന്തുരുത്തോ അങ്ങനെ നല്ല നമുക്ക് ലൊക്കേഷൻ ഒന്ന് കാണാം എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അതിനെന്താ വരാലോ. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും പേടിയൊന്നും ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ദുബായിൽ വർക്ക് ചെയ്ത ആളാണ്, കൂടുതൽ സമയം ചെന്നൈയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ട്, ആരോട് ഒരു പേടിയോ അങ്ങനെ വളരെ ഫ്രണ്ട്ലി ആണ് എല്ലാവരോടും. അതുകൊണ്ട് എനിക്ക് രാത്രിയിലൊക്കെ ചെന്നൈയിലേക്കാണെങ്കിൽ രാത്രിയിലൊക്കെ വണ്ടി ഓടിച്ചു. ഈവൻ എനിക്ക് രണ്ടാമത്തെ കുട്ടിയെ എനിക്ക് ലേബർ പെയിൻ ഉണ്ടായപ്പം ഞാൻ ഒരു മണിക്ക് 2 മണിക്ക് തനിയെ വണ്ടി ഓടിച്ചു പോയി പ്രസവിച്ച ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും രാത്രിയിൽ വണ്ടി ഓടിക്കാനൊന്നും ഒരു പേടിയില്ല. അങ്ങനെ പുരുഷന്മാരോടൊന്നും അങ്ങനെ പേടി. കാരണം നമുക്ക് ലോയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇങ്ങനെ ഇത്ര വൃത്തികെട്ടൊരു അനുഭവം ഉണ്ടായത് എനിക്ക് സിനിമ ഫീൽഡിൽ നിന്നാണ്. പക്ഷെ ഇതിനു മുമ്പ് ഞാൻ പലയിടത്തും രാത്രികളിലൊക്കെ എയർപോർട്ടിലായാലും തന്നെ ഞാൻ വണ്ടി ഓടിച്ചൊക്കെ പോയിട്ടുണ്ട്. ഒരിടത്തും എനിക്കൊരു ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടേ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞൊന്നും മറന്നുപോയി, ടോപ്പിക്ക് മാറിപ്പോയി. ചന്ദ്രശേഖരന്റെ. അപ്പം ഇദ്ദേഹം എന്നെ കൊണ്ട് പരിചയപ്പെടുത്തി, ഒരു പ്രൊഡ്യൂസറിനെ പരിചയപ്പെടുത്തിയിട്ട് നോക്കിയപ്പോൾ ഇദ്ദേഹത്തിനെ കാണാനില്ല. ഇദ്ദേഹം പെട്ടെന്ന് ഡിസപ്പിയർഡായി. അപ്പം ഈ പ്രൊഡ്യൂസറിന്റെ അടുത്ത് മിസ്ബിഹേവ് അല്ല, പുള്ളി തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. പുള്ളി എൻ്റെ അടുത്ത് ഡ്രിങ്ക്സ്, അതാണ് മിനുവിന്റെ ബ്രാൻഡ്. ഞാൻ പറഞ്ഞേ എന്ത് ബ്രാൻഡ് അല്ല, ഡ്രിങ്ക്സിന്റെ. കാരണം ഞാൻ ഇന്നുവരെ ഡ്രിങ്ക്സ് തൊട്ടിട്ടില്ല, എനിക്ക് അതിന്റെ ബ്രാൻഡിന്റെ പേരും അറിയത്തില്ല. അപ്പോൾ സാർ ഞാൻ അതിനൊന്നുമല്ല വന്നത്, സാറൊന്ന് ജസ്റ്റ് ഒന്ന് സാറ് ദുബായിൽ നിന്നൊക്കെ വന്നുകൊണ്ട് പരിചയപ്പെടാനായിട്ട് വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അല്ല പുള്ളി പറഞ്ഞു മിനു കമ്പനിയൊക്കെ തരും, ഡ്രിങ്ക്സ് ഒക്കെ അടിക്കും. ഞാൻ അയ്യോ തെറ്റാണ്, എനിക്ക് കുട്ടികൾ വരാൻ സമയമായിട്ടുണ്ട്, ഞാൻ അന്ന് പോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് ഞാൻ ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അതെന്താ നിങ്ങൾ എന്താണ് എന്നെക്കുറിച്ച് പറഞ്ഞു? ഞാൻ ഡ്രിങ്ക്സ് ഒന്നും അടിക്കത്തില്ല, നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞോ കമ്പനിയൊക്കെ? അയ്യോ മിനു അങ്ങനെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമോ മിനു? അത് അയാൾ ചുമ്മാ നമ്പർ ഇട്ട് നോക്കുകയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെയും പുള്ളിക്കാരനെ വിശ്വസിച്ചു, ശരിയായിരിക്കാം, പക്ഷെ അയാൾ എന്നെ ടെസ്റ്റ് ചെയ്തായിരിക്കും, ഇദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ. കാരണം നമ്മളെ നെയ്ബറല്ലേ, ഒരു അഡ്വക്കേറ്റ് ഇല്ല, അങ്ങനെ ചെയ്യത്തില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ പുള്ളിക്കാരനിൽ വിശ്വസിച്ചു. അപ്പൊ ഇപ്പോ FIR ഇട്ട സ്ഥിതിക്ക് ഇനി വളരെ വേഗം അന്വേഷണം മുന്നോട്ട് പോകും, അതിലൊരു നടപടികൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാനാണെങ്കിലും ഇപ്പം എന്നെക്കാളും സ്പീഡാണ് ഇന്ന് മീഡിയയും നിയമവും. അതിൽ ഞാൻ ഞാൻ നിങ്ങളുടെ ഒപ്പം പിടിച്ചു നിന്നാൽ ഓടി നിൽക്കണമെന്നേ ഉള്ളൂ. ഞാനാണ് സ്ലോയായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എന്നെക്കാളും സ്പീഡാണ്. എനിക്ക് ഇന്നലെ ആ പോലീസ് ഓഫീസേഴ്സിന്റെ ഉണ്ടല്ലോ, SITയുടെ ആ വർക്കിംഗ്, അതൊക്കെ ഒന്ന് കാണണം. അവരുടെ ആ ഒരു യോജിപ്പും എന്താണ് എനിക്ക് പറയാം, ഒരാൾ ഇവിടുന്ന് ചെയ്യുന്നു, ഒന്നപ്പുറത്ത് എത്ര ഫാസ്റ്റാണ് അവരാ ചെയ്യുന്നത്. കാരണം അത്രത്തോളം ടെക്നോളജി വളരുന്നതായിട്ടോ, അതിന്റെയാണ്. എന്നാലും ആ ടെക്നോളജിയുടെ അറിവ് അത്രയും, ആ ടീം എന്താ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ FIR ഇട്ട സ്ഥിതിക്ക് ഇനിയും ഇതിന്റെ നിയമ നടപടി, അതിന്റെ പ്രൊസീജിയേഴ്സ് കുറെ ഉണ്ടാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇതിൽ ഉറച്ചു നിന്ന് രഹസ്യമൊഴി അടക്കം കൊടുക്കുന്ന നിലയിലേക്ക് തന്നെ മുന്നോട്ട് പോകും. കാരണം എനിക്കൊരു പ്രായപൂർത്തിയായ ഒരു മകളുണ്ട്. പിന്നെ ഈ എല്ലാ മക്കൾക്കും ഒരു മമ്മി എന്ന രീതിയിൽ എല്ലാ മക്കൾക്കും നാളെയും ഇതുപോലൊരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ നിയമത്തിന്റെ ഒപ്പം അവർക്ക് എല്ലാം സഹകരിച്ച് അവരോടൊപ്പം ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നവും നമ്മുടെ കേരള സമൂഹത്തിൽ, എന്നാൽ ഇന്ത്യയിൽ പോലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി റിസ്ക്കും എടുക്കും, ഇച്ചിരി പെയിനും എടുക്കും, നല്ല സമൂഹം ഉണ്ടാകാൻ വേണ്ടി.